بسم الله الرحمن الرحيم والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد من شكا إليه صلى الله عليه وسلم وجع قدميه وساقيه فبرئت حين مسها بيده ونفض عليها بريقه. റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് കാലടിപ്പാട് ഭയങ്കര വേദന ഉണ്ട്, തണ്ടങ്കാലുണ്ട്, വേദന ഉണ്ട് എന്ന് അന്യായം പറഞ്ഞ ആളുകളെ റസൂലുള്ള അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കൈകൊണ്ടും തടവി സുഖായി. അതിന്റെ മേലിൽ എന്താ നബി തങ്ങൾ തുപ്പുനീരോടുകൂടെ ഊതും ചെയ്തു. ആ കഥയാണ് ഇന്ന് പറയാനുള്ളത്. അഖ്ബർന ഷെയ്ഖുൽ മുഅമ്മർ അഥവാ അബുർ റബീ സുലൈമാൻ എന്ന് പറയുന്ന മഹാന്റെ പരമ്പരയിലൂടെ ചെന്നാൽ എവിടേക്കെത്തും? യസീദ് ബിൻ അബി ഉബൈദ് തങ്ങളിലേക്ക് എത്തും. കാല യസീദ് എന്നവർ പറയാം, റഅയ്തു അസറ ലർബത്തിൻ ഫീ സാഖി സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ തണ്ടങ്കാലിൽ വെട്ടുകൊണ്ട പാട് ഞാൻ കണ്ടു. ഫഖുൽതു യാ അബാ സലമ, ഇത് കണ്ടപ്പോ അബൂ സലമയോട് ഞാൻ ചോദിച്ചു, നാരിഹുൽ ലർബത്തു, എന്ത് വെട്ടാണ് ഇപ്പൊ ഇത് ചോദിച്ചു. വെട്ടിന്റെ പാടാളത് കാണുന്നത് എന്ത് വെട്ടാണെന്ന് ചോദിച്ചു. അപ്പൊ കാല സലമ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആദിഹി ലർബത്തുൻ അസാബത്തിനി യൗമ ഖൈബർ യുദ്ധവേളയിൽ ആ വെട്ടിങ്ങനെ വന്നപ്പോ പേച്ചന്റെ കാലിലൊന്ന് തട്ടി. അങ്ങനെ വക്കാലൻ നാസു, ജനങ്ങളൊക്കെ പറഞ്ഞു, സഹാബത്തൊക്കെ പറഞ്ഞു, മുസീബ സലമ ആകെ മുസീബത്തിലായിക്കണല്ലോ, സലമാക്ക് കാലിന് വെട്ടിയിട്ടിക്കണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിഹത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അങ്ങനത്തെ നബിന്റെ അടുത്തേക്ക് ചെന്നു. ഫനഫസ ഫീഹാ സലാസ നഫസാത്തിൻ, മുത്തുനബി തങ്ങൾ ആ മുറിയിൽ എന്തായാലും 3 ഊത്തങ്ങോട്ട് ഊതി. ഫമസ്തകൈതുഹാ ഹത്താ സാ, അന്ത്യനാൾ വരെ പിന്നെ അതിന്റെ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് രോഗം ഉണ്ടായിട്ടില്ല, വിഷമം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വെട്ടുകൊണ്ട പാടാണ് ഈ കാണുന്നത്. മാറിയത് ഇങ്ങനെയാണ്. അപ്പോ വെട്ടിയ മുറി കൂട്ടാൻ വരെ റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വന്നു. നബി ഒരു വൈദികനായിട്ടിരിക്കല്ലോ, ആത്മീയമായി ചികിത്സ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പൂർത്തീകരിച്ചു കൊടുത്തു. ഇത് സഹാബാക്കൾക്ക് ഉറപ്പാണ്, നബി അതിന് പറ്റുന്നത്. അള്ളയാണ് ചെയ്യുന്നത്, പക്ഷെ നബിനെ തവസ്സുലാക്കി. അത് ശിർക്കല്ലല്ലോ. ഈ കഥ എവിടെ കാണും? അഖ്റജുൽ ബുഖാരി കദാലിക, ബുഖാരി ബന്ധങ്ങൾ ഇങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കാണാം. ഇനി മറ്റൊരു സംഭവം, വലമ്മാ ഉസ്കില ബിൽ ജിറാഹത്തി ഖാലിദ് ബിൻ വലീദ് അൽ മഖ്സൂമി യൗമ ഹുനൈൻ. ഹുനൈൻ യുദ്ധത്തില് മഖ്സൂമി ഗോത്രക്കാരനായിരിക്കുന്ന ഖാലിദ് ബിൻ വലീദ് തങ്ങൾക്ക് മുറിയുണ്ടായി. അത് വല്ലാത്തൊരു ഭാരമായി. സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അതാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിന്റെ അടുത്തേക്ക് മഹാൻ പോയി, ഖാലിദ് എന്നവര്. യഖൂലു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചോദിക്കുകയാണ്, മയദുല്ലിനി അലാ റഹ്ലി ഖാലിദിൻ, ഖാലിദിന്റെ വാഹനം അത് എവിടെയാണ് നിങ്ങൾക്ക് എനിക്ക് ആരെങ്കിലും അറിയിച്ചു തരുമോ എന്ന് ചോദിച്ചു. എവിടെയാണ് ഖാലിദിന്റെ വാഹനം, അതൊന്ന് അറിയിച്ചു തരുമോ എന്ന് പറഞ്ഞു. ഹത്താ ദുല്ലാലഹി, അങ്ങനെ ഖാലിദ് എന്നവരുടെ വാഹനം ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് ഇറം കിട്ടി, നബിക്ക് അറിയിച്ചു കൊടുത്തു. അപ്പൊ വജദഹു, നബി ചെന്ന് കണ്ടു നോക്കുമ്പോ അത് ഉസ്നിദ ഇലാ മുഅഖിറതി റഹ്ലിഹി, തന്റെ വാഹനത്തിന്റെ പിൻഭാഗത്ത് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് ഖാലിദ് എന്നവർ. കാരണം മുറി കൊണ്ട് നടക്കാൻ വയ്യ, അത്ര വിഷമാവസ്ഥയിലാണ്. ഈ സംഭവം നബിതങ്ങൾ അറിഞ്ഞു. ഖാലിദ് എന്നവരെ തേടിയെത്തി. അതിന്റെ പരിഹാരം നബിതങ്ങൾ ചെയ്തു കൊടുത്തു. എന്താ ചെയ്തത്? ഫനഫസ അലാ ജുറിഹി, അവിടുത്തെ മുറിയുടെ മേലിൽ നബിതങ്ങൾ ഊതിക്കൊടുത്തു. ഫബരിഅ, മുറി ശിഫയായി. ഇത്രേ ഉള്ളൂ. നബിനെ കണ്ടുമുട്ടണം, നബി ചെയ്യണം. ചെയ്തു, പരിഹാരമായി. ദക്കറഹു അബ്ദു ബിൻ ഹുമൈദ്, അബ്ദുൽ ഹുമൈദ് തങ്ങളാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത്. വൽ ഇമാമു അഹ്മദ്, ഇമാം അഹ്മദ് എന്നവരും ഇത് റിപ്പോർട്ട് ചെയ്തു. രണ്ടാളും പറഞ്ഞിട്ടുണ്ട്. വകദാലിക നഫസ അലാ സഈദ് അലി ഇബ്നു ഹക്കം യൗമൽ ഖന്ദഖ്, ഖന്ദഖ് ദിനത്തില് അലി ഇബ്നുൽ ഹക്കം തങ്ങളുടെ തോളം കയ്യുമേലും നബി തങ്ങൾ ഊതി കൊടുത്തിട്ടുണ്ട്. തോളം കൈ അല്ല, തണ്ടം കൈയിൽ എപ്പോഴാണ് ഊതേണ്ടി വന്നത്? ലമ്മൻ കസറത്ത്, കൈ പൊട്ടി പോയിട്ടുണ്ട്. അപ്പൊ തണ്ടം കൈ പൊട്ടി. വിവരം നബിനോട് ചെന്ന് പറഞ്ഞു. നബി ഊതി. അപ്പൊ ഭാര്യ ആ മക്കാന,
ആ സ്ഥലം അവിടെ ശരിയായി. ഒമാ നസല ആ വറസി, കുതിരന്റെ പുറത്തുനിന്ന് ഇറങ്ങേണ്ടി വന്നില്ല. അതപ്പം തന്നെ മാറി. ഇതാണ് നബി തങ്ങളുടെ അത്ഭുത കഥകളും സിദ്ധികളും. ഇതൊക്കെ നബിയാണ് ചെയ്തു കൊടുക്കുന്നത്, അള്ളാഹ് ഏൽപ്പിച്ചത് തന്നെയാണ്. ഓക്കെ. ഒബി ദിജിലി സയ്യിദിന് മുആദ് ഹീന അസാബക സൈഫു ലകഅബ് ഫബരിഅത്ത്. അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു മുആദ് തങ്ങൾക്ക് ഞെരിയാണി വരെ വാളിന് വെട്ടേറ്റു കേട്ടു. ആ വെട്ട് ഏറ്റ സമയത്ത് നല്ല മുറി ഉണ്ടായി. ആ മുറിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതിക്കൊടുത്തു. ഫബരിഅത്ത്, മുറി സുഖായി. ഏത് ഇടങ്ങാറൊടിച്ച മുറിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതിയ റെഡിയായി. ഇതൊക്കെ സഹാബത്ത് പരിഹാരം തേടിയുന്ന അവിടെയാണ്. ഇതൊക്കെ തവസ്സുൽ തന്നെയാണല്ലോ. ഇനി അബിൽ ഇസ്നാദ് ഇലൽ ബൈഹഖി, മുമ്പ് പറഞ്ഞ ഇസ്നാദ് വെച്ച് ബൈഹഖി വരെ ഇത് റിപ്പോർട്ട് കാണാം. അഖ്ബർന അബൂ സക്കരിയ എന്ന് തുടങ്ങിയിട്ട് വന്നിട്ട് എവിടെ എത്തുന്നറിയാമോ? മുഹമ്മദ് ബിൻ ഇബ്രാഹിം തങ്ങൾ എന്ന് പറയുന്ന മഹാനവറുകള് സഈദ് ബിൻ അബീ ഹിലാൽ തങ്ങളോട് വിവരം പറഞ്ഞു. എന്താ പറയുന്നത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം തങ്ങള്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉതിയ ബിറജുലി ബിരിജിലി ഖർസത്തുൻ ഖദ് അയ്യത്ത് അൽ അസിബാ. റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ ഒരാൾ കൊണ്ടുവരപ്പെടുകയുണ്ടായി. എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ കാലില് കുറച്ച് വലിയൊരു കുരുണ്ട്, ഒരു പുളം കെട്ടിണ്ടായതാണ്. പക്ഷേ ഡോക്ടർമാർക്ക് ആർക്കും ചെയ്യാൻ കഴിയുന്നില്ല. ഓലൊക്കെ ക്ഷീണത്തിലായി, കുടുങ്ങി വരും, മാറ്റാൻ കഴിയുന്നില്ല. فوضع إصبعه على ريقه ثم رفع طرف الخنصر فوضع إصبعه على التراب ثم رفعه ووضعها على القرة ثم قال بسمك الله بسمك اللهم ريق بعضنا بتربة أرضنا ليصفى سقيمنا بإذن ربنا. ഇതാ നബി തങ്ങൾ ചെയ്തത്. അപ്പൊ ഇതിന് പരിഹാരമാണ് റസൂൽ എന്ത് ചെയ്തു? അവിടുത്തെ വിരലെടുത്ത് തുപ്പിനീര് ചേർത്തു. അത് ചേർത്തിട്ട് പിന്നെന്ത് ചെയ്തറിയാമോ? ചെറുവരലാണ്. ആ ചെറുവരല് അഥവാ വിരല് തുപ്പിനീര് വെച്ചെന്നാണ് ആ ചെറുവരല് നോക്കി. ചെറുവരല് ഉയർത്തിയിട്ട് ആ ചെറുവരലിന് എന്ത് ചെയ്തി? ഉയർത്തി വെച്ചിട്ട് വിരലുകൾ എന്ത് ചെയ്തു? മണ്ണിൽ വെച്ചു. അപ്പൊ ചെറുവരല് ഉയർത്തി വെച്ച് കാണാം. എന്നിട്ട് മറ്റൊക്കെ മണ്ണിൽ വെച്ചു. എന്നിട്ട് പിന്നെ അത് ഉയർത്തി മണ്ണിൽ വെച്ചത് എടുത്തിട്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുപോയാണ്ട് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കാലിന്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു. അത് വെച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, അള്ളാഹുവിന്റെ പേര് വിളിച്ചിട്ട് പറയാം, ഞങ്ങളിൽ ചില ആളുകൾ തുപ്പുനീര് ഞങ്ങളെ ഭൂമിയിലെ മണ്ണുമായി ചേർന്ന് വന്നാൽ അതെന്താണ്? ഞങ്ങൾ രോഗികൾക്ക് ശഫിയാക്കപ്പെടുന്നതാണ് ഞങ്ങൾ റബ്ബിന്റെ അനുമതി പ്രകാരം. അപ്പൊ മണ്ണിൽ കൈ വെച്ച് ഉയർത്തി മന്ത്രിച്ച് നബിതങ്ങൾ ആ മുറി തടവി കൊടുത്ത് മാറിയില്ല. ഒബിദാലിക്ക് യഖൂലു സാലിഹ് ഷാഫി ബീമാ അൻഷദിനാവും. ഈ ഒരു വിഷയത്തിൽ സാഫി മദ്ഹബുകാരനായ സ്വാലിഹ് എന്നവർ ഒരു പാട്ട് പാടി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. വമാ തഫൽ മുഖ്താറു ഫീ ജുർഹി സാഹിബിൻ ഫഅദ്മാ വഇല്ലാ ബതഅശ്ശിഫാഉ ഫഅബദാ. മുഖ്താർ എന്ന് പറഞ്ഞ നബിതങ്ങളാണ്. ആ നബിതങ്ങൾ ഊതിയിട്ടില്ല, ഒരു ആളുടെ മുറിയിലും ഊതിയിട്ടില്ല. അത് വളരെയധികം വ്യക്തമായി നിൽക്കുന്ന മുറിയാണ്. ആ മുറിയിൽ നബിതങ്ങൾ ഊതിയിട്ടേയില്ല. ഷിഫ എന്ന് പറയുന്നത് അകലെയാവുക, വിദൂരത്താവുക എന്നുള്ള കാര്യം വഹിച്ചിട്ടല്ലാതെ, അത് വിദൂരത്തല്ലാതെ അടുത്ത് തന്നെ വേണം ഉണ്ടാവും എന്നർത്ഥം. ഇനി മറ്റൊരു കഥ. കാനം ബഗ്ദാദ, ബഗ്ദാദിലുണ്ടായിരുന്നു ജാരിയത്തുൻ അലവിയത്തുൻ, അലവി കുടുംബത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. അഖാമത്ത് ജമീനത്ത്, മഹദി എന്താണെന്നറിയാമോ? രോഗബാധിതയായി കിടപ്പിലായി. കുഴയവാദമാണ്, നീച്ചാൻ വയ്യാത്ത രോഗം ഉണ്ടായി. എത്ര വർഷം? നവ ഹംസ അസ്രസനം, ഒരു 15 വർഷക്കാലത്തോളം അങ്ങനെ കടന്നു. അങ്ങനെ പാത്രത്തിൽ ലൈലത്തൻ, ഒരു രാത്രി മാജി ഇങ്ങനെ എന്തായി വാർത്ത് ഫാസ്ബാത്ത്, 30 നേരം പുലർന്നു. വഖദ് ബരിയത്ത്, രോഗശിഫയായിട്ടുണ്ട്. ഇപ്പൊ കാമത്ത് കായത്ത്, ഇരിക്കാനും കിടക്കാനും നടക്കാനും വയ്യാത്ത മഹദി ഇരുന്ന് നീച്ചുന്നു. അപ്പൊ സുഹൃത്ത് എന്താലിക്ക, ഇതറിഞ്ഞ ആളുകൾ വന്നിട്ട് 15 വർഷക്കാലത്തോളം നീച്ചാനും ഇരിക്കാനും കഴിയാത്തൊരു മഹദി ഒരു സുപ്രഭാതത്തിൽ ഇരിക്കുന്നു, നീക്കുന്നു. മഹാത്ഭുതല്ലേ? ഇത് കണ്ടപ്പോൾ മഹദിയോട് അതിന്റെ കാരണം ആരായുകയുണ്ടായി.
ചോദിച്ചപ്പോ വക്കാലത്ത് ആ മഹദി പറയുകയാണ്, ഇന്നി ലജുർതു ബിനഫ്സി ലജുറൻ ശദീദ, ഞാൻ വലിയൊരു ശബ്ദം അങ്ങോട്ട് ഉയർത്തി. എന്നിട്ടോ ദഅഉതുല്ലാഹ ബിൽ ഫറജി മിമ്മ അന ബിഹി അവിൽ മൗത്ത് വബകൈതു ബുകാഅൻ കസീറ. എന്നിട്ട് ഞാൻ ശബ്ദം ഉയർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ കിടക്കുന്ന കിടപ്പ് വല്ലാത്ത ബുദ്ധിമുട്ടായ ഒരു വിഷമമായ ഒരവസ്ഥയാണ്. ഇതിന് തുറവടിപ്പാട് കൊണ്ടാ, അല്ലെങ്കിൽ ഇനി എന്നെ മരിപ്പിക്കുക, രണ്ടാമതൊന്ന് ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് അതിശക്തമായി ഞാൻ കരയുകയും ചെയ്തുകൂടാ. അങ്ങനെ ഫറഅയ്തു മനാമി, ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഞാൻ കാണുന്നു റജുലൻ, ഒരാളെ കാണുന്നു. ദഖല അലയ്യ, അദ്ദേഹം എന്റെ അടുത്ത് കടന്നു വരികയാണ്. ഇത് കണ്ടപ്പോൾ ഇത് മിൻഹു, എനിക്ക് അല്ലാത്ത പേടിയായി അയാൾ വരുന്നുണ്ടപ്പോൾ. എന്നിട്ട് വഖുൽതു, ഞാൻ ചോദിച്ചു, യാ ഹാദായ മനുഷ്യ, കൈവ തസ്തഹില്ലു അൻ തറാനി, ഞാൻ അന്യ പെണ്ണല്ലേ, താങ്കൾക്ക് അങ്ങനെ എന്നെ കാണാൻ പറ്റും? അതെങ്ങനെ അനുവദിച്ചത്? പറ്റൂരല്ലോ എന്നാണ്. ഇത് പറയുമ്പോൾ വഖാല, ആ സ്വപ്നത്തിൽ ആഗതനായ ആള് പറയുകയാണ്, അന അബൂക്കി, മോളെ ഞാൻ നിന്റെ പിതാവാണ് എന്ന് പറഞ്ഞു. അപ്പൊ വനന്തുഹു അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ ധരിച്ചത് ഉറപ്പിച്ചതല്ല. അപ്പൊ എനിക്ക് മനസ്സിലായതും ഞാൻ വിചാരിച്ചതും അമീറുൽ മുഅ്മിനീൻ അലിയാർ തങ്ങളാണ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വഖുൽതു, ഞാൻ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, മാ തറ മാ അന ഫീഹി, ഞാൻ ഈ കിടക്കുന്നൊരവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ, എന്താ അതിന്റെ പരിഹാരം? ഫഖാല, അപ്പൊ അമീറുൽ മുഅ്മിനാണെന്ന് വിചാരിച്ച്, ബാപ്പയാണല്ലോ പറഞ്ഞത്, അത് വിചാരിച്ച് പറഞ്ഞു. അപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞത്, അന അബൂക്കി മുഹമ്മദ് റസൂലുള്ളാഹ്, പെണ്ണെ ഞാൻ അരിയാനല്ല, നിന്റെ പിതാമഹനായിരിക്കുന്ന മുഹമ്മദാണ് ഞാൻ എന്ന് പറഞ്ഞു. ഫബകൈതു, അതറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി. നുടുവക്കൊടുത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഉദ്ഉല്ലാഹ് അസ്സ വജല്ല ലീ ബിൽ ആഫിയ, ഞാൻ കണ്ടില്ലേ ഈ കിടക്കുന്ന രോഗം, ഈ രോഗത്തിൽ 15 വർഷക്കാലമായി നബിയെ, എനിക്ക് അവിടുന്ന് ആഫിയത്ത് കിട്ടണം, ആരോഗ്യം തിരിച്ചു കിട്ടണം, അവിടെ പ്രാർത്ഥിക്കണേ നബിയെ എന്ന് മഹാനോട് അവിടുത്തെ പേരക്കിടാവായ ആ മഹദി പറയുകയാണ്. അങ്ങനെ വഹറക സഫതൈഹി, ഇത് പറയുമ്പോൾ ആ മഹാനായ നബി തങ്ങൾ 2 ചുണ്ടിങ്ങനെ അനക്കി. എന്നിട്ട് സുമ്മക്കാല, മഹാൻ പറയുന്നു, ഹാത്തി അതൊക്കെ നിന്റെ കൈ ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഇത്തു, ഞാൻ കൈ നബിക്ക് കൊടുത്തു. അപ്പൊ ജസബഹ, നബി തങ്ങൾ ആ കൈ പിടിച്ചിട്ട് വലിച്ചു. അജ്ലസനി, എന്നെ ഇരുത്തിയത, കൈ നീട്ടാൻ പറഞ്ഞു, കൈ നീട്ടി, നബി എന്റെ കൈ പിടിച്ച് വലിച്ചെന്നെ ഇരുത്തി. സുമ്മഖാൽ, എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഖൂമി അലാ ഇസ്മില്ല, അള്ളാന്റെ പേര് പറഞ്ഞിട്ട് പെണ്ണെ എണീക്ക് എന്ന് പറഞ്ഞു. അപ്പൊ കൊൽത്തു, ഞാൻ ചോദിച്ചു, കൈഫ ആക്കുമോ, ഞാൻ എങ്ങനെ എണീക്കാനാണോ നബിയെ? ഖാല, അപ്പൊ നബി തങ്ങൾ പറയുന്നു, ഹാത്തി യദൈക്കി, നിന്റെ 2 കൈ കൊണ്ട, ആദ്യം ഒരു കയ്യാ, ഇങ്ങനെ 2 കൈകൾ കൊണ്ടാന്ന് പറഞ്ഞു. ഫഅഖദഹുമാ വജസബനി ബിഹിമാ, 2 കൈ കൊണ്ട് പിടിച്ചിട്ട് നബി എന്റെ 2 കൈ കൂട്ടി പിടിച്ച് എന്നെ വലിച്ചു. ഫഖുംതു, അപ്പൊ ഞാൻ എണീറ്റു. ഫഅല ദാലിക 3 മർറാത്തിൻ, ഇങ്ങനെ പിടിക്കുന്നു വലിക്കുന്നു ഞാൻ എണീക്കുന്നു. ഇത് 3 തവണ നബി തങ്ങൾ ചെയ്തു. എന്നിട്ട് വഖാല, നബി തങ്ങൾ പറയുന്നു, ഖൂമി, നീ എണീക്ക് പെണ്ണേ എന്ന് പറഞ്ഞു. ഖദ് വഹബല്ലാഹു ലക്കൽ ആഫിയത ഫഹ്മദിഹി വത്തഖീഹി, നിനക്ക് അല്ലാഹു തആല ആഫിയത്ത് തിരിച്ചു തന്നിട്ടുണ്ട് പെണ്ണേ, നീ അല്ലാഹുവിനെ സ്തുതിക്ക്, നീ അല്ലാഹുവിനെ ഭയപ്പെട് പെണ്ണേ എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ തറക്കനീ വമല്ല, എന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ ഉപേക്ഷിച്ച് പോയി ചെയ്തു നല്ല പന്തമഹത്തു. ഞാൻ ഉണർന്നു നോക്കുമ്പോ അനാഫി ആഫിയ, അപ്പൊ ഞാൻ നല്ല ആരോഗ്യത്തിലായി. വസ്തഹറത്ത് ഖിസ്സത്തുകൾ ബാഗ്ദാദ് രാജ്യത്ത് ഈ മഹദിയുടെ കഥ വ്യാപകമായി പ്രചരിച്ചു. അപ്പൊ നോക്കൂ, നല്ലവരായി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ആവലാദികളും എവിടെ കിടക്കുന്ന നബി മദീന റൗളയിലാണ്. നമ്മൾ ഇവിടുന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് വിളിച്ചാൽ ഉറക്കത്തിൽ വരുന്നു, തടയുന്നു, പരിഹാരം നൽകുന്നു, ഏത് വിഷമങ്ങളും നിർത്തുന്നു. നീക്കാൻ കഴിയാത്തവരെ എണീറ്റ് 15 വർഷക്കാലത്തോളം കടന്നൊരു മഹദി പിന്നെ എണീക്കുന്നു, നീറ്റു പോകുന്നു, നടക്കുന്നു. ഇതൊക്കെ നബിനെ കൊണ്ട് കിട്ടിയതാണ്. അബു മുഹമ്മദ് അബ്ദുൽ ഹഖ് ഇശ്ബീലി ഫീ കിതാബിഹി അല്ലദീ അല്ലഫഹു ഫീ ഫദ്ൽ ഹജ്ജ്. ഫദ്ൽ ഹജ്ജ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. കിതാബ് ഉണ്ടാക്കിയിട്ട് ആ കിതാബിൽ പറഞ്ഞെടുത്ത് ഫദ്ൽ ഹജ്ജിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ
ഫഖീഹ് അബു മുഹമ്മദ് എന്ന് പറയുന്ന അബ്ദുൽ അഖ്ൽ ഇസ്മി തങ്ങൾ പറയുന്നു, നസലത്ത് ബിറജുലിൻ മിൻ അഹ്ലി ഇർനാഖത്ത് ഇല്ലത്തുൻ അജസ അൻഹൽ അതിബാഉ വഅയ്സു മിൻ ബുർഇഹാമ. അയാള് ഇർനാഖത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾക്ക് ഒരു രോഗം ഉണ്ടായി, കാല രോഗം. ഡോക്ടർമാരടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ചികിത്സ ഇല്ല അതിന്. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് ഷിഫയാവുന്ന കാര്യം എല്ലാവർക്കും സംശയത്തിൽ അതാകൂലെന്നാണ് ഡോക്ടർമാരൊക്കെ വിധി എഴുതി. അങ്ങനെയാണ്, ചികിത്സ അല്ല, തളർന്നുപോയി അവർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കത്തബ അൻഹു, ഇയാളെ തൊട്ട് അൽ വസീറു അൽ അദീബ് അഥവാ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അബിൽ ഹിസാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അധികം ഇയാൾക്ക് പകരമായി കിതാബിൽ ഒരു കത്തെഴുതി. ആരുടെ അടുത്തേക്ക് കത്തെഴുതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ അടുത്തേക്ക് കത്തെഴുതുന്നത്. എന്താ കത്തില്? യസ്അലു ബി ശിഫാഇ ദാഇഹി, ഈ മനുഷ്യൻ ആകെ കുടുങ്ങിയിരിക്കുന്നു നബിയെ, ഇയാൾക്ക് രോഗം വന്നു, ഡോക്ടർമാർക്കാർക്കും ചികിത്സ കഴിയൂല, ഇയാളാകെ നടക്കാൻ കഴിയാതെ അവസരമായി നിൽക്കുകയാണ്, രോഗം മാറുമെന്നൊരു ആശ ആർക്കുമില്ല. അതുകൊണ്ട് ഇയാൾ രോഗം മാറിപ്പോയി ശിഫ കിട്ടണം. ഇത് ചോദിച്ചുകൊണ്ടാണ് കത്ത്. നസലബിഹി, അയാൾ ഇറങ്ങി നിൽക്കുന്ന രോഗത്തിന് ശിഫയും കിട്ടണം. ഇതാണ് കത്തിലുള്ള ഉള്ളടക്കം. അങ്ങനെ അമ്മൽ കിതാബ്, ആ കിതാബ് എന്തായെന്നറിയാമോ? ഷർ, ഒരു പാട്ടാക്കിയിട്ട് ആ കിതാബ് അങ്ങനെ ഉൾപ്പെടുത്തി വിട്ടു. ഓഹുവ, എന്താണ് ആ പാട്ട് നോക്കാതെ കിതാബ് പാട്ടാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കിതാബും വഖൈദുമിൻ സമാനതിഹി വശ്ഫീ ബിഖബരി റസൂലില്ലാഹി അഹ്മദ യസ്തശ്ഫീ. ഇതൊരെഴുത്താണ്. വളരെ അതിശക്തമായിരിക്കുന്ന ഒരാള് കാലിന് കുഴവാദം പിടിച്ചിരിക്കുകയാണ്, നടക്കാൻ വയ്ക്കൂല, വിഷമാവസ്ഥയിലാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ശിവ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആരോട്? അഹമ്മദ് തങ്ങളുടെ ഖബർ കൊണ്ട് ശിവ തേടുകയാണ്. ആ അഹമ്മദ് തങ്ങളോട് ശിവ തേടിയാൽ ശുപാർശ കിട്ടും. അങ്ങനെ നബിയോടാണ്. എന്നിട്ട് ഇയാൾക്ക് ഇതാണ് ലഹു ഖദമുൻ, ഇയാളെ കുറിച്ച് നബിക്ക് എഴുതിയാണല്ലോ, ലഹു ഖദമുൻ ഖയ്യദൽ ദഹ്റു ഖത്വഅ ഫലം യസ്തതി ഇല്ലൽ ഇശാറത ബിൽ കഫി. ഇയാൾക്ക് നടക്കാൻ കഴിയില്ല നബിയെ, ഇയാൾക്ക് കാലുണ്ട്, പക്ഷെ കാലാകെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കാലം പിടിച്ച് കെട്ടിട്ടിരിക്കുകയാണ്. കാലം ചെങ്ങൽ കിട്ടുകഴിഞ്ഞ രോഗമാണത്. മുൻകൈ കൊണ്ട് അയാൾക്ക് സൂചന നൽകുക എന്നല്ലാതെ മറ്റൊന്നും അയാൾക്ക് സാധ്യമല്ലല്ലോ നബിയെ. എന്തിനും മുൻകൈ കൊണ്ട് മറുപടി ഉള്ളൂ, കാലോട് നടക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരെല്ലാവരും അദ്ദേഹത്തിന് ഉളരി വരുന്നതായി കാണുകയാണ്. എത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തൊട്ട് ദുർബലത എന്നൊരു വിഷമം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. അദ്ദേഹം വളരെ ദുഃഖിതനായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഹനപ്പുറത്ത് സഞ്ചരിക്കാനൊന്നും കഴിയുന്നില്ല. കൂട്ടുകാരെ കാണാനും സത്യത്തെ കാഴ്ചവെക്കാനൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനം സുഗന്ധങ്ങളെ കൊണ്ട് നിറക്കുമായിരുന്നേനെ. അതുകൊണ്ട് നബിയെ പറയാനുള്ളത് അന്ത്യപ്രവാചകരെ, റബ്ബിനോട് ശുപാർശ നടത്തുന്ന നബിയെ, ഇതാ വളരെ വേദനയോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയം തട്ടുള്ള പ്രാർത്ഥന, കണ്ണീര് വാർത്തുള്ള പ്രാർത്ഥന. നിങ്ങൾ ദുർബലനായിരിക്കും സാധുവായ അടിമ അഥവാ അബ്ദുള്ള നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ആര്യ നബിയോട് പറയണം, ആര്യ നബിയെ അങ്ങ് വിളിക്കുന്നു വളരെ വിനയാനിതനായിക്കൊണ്ട്. രഹസ്യം അദ്ദേഹത്തിന്റെ രജവ സ്വകാര്യത ആത്മാർത്ഥമാക്കി വെച്ചിരിക്കുകയാണ്. മയം ചെയ്തുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ് നബിയെ.
നിങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാകമാനം അത് തുറവടിപ്പാടാകുമോ എന്ന് ജനങ്ങളെ തളർത്തിയൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്. ജനങ്ങൾക്കാർക്കും പ്രതീക്ഷയില്ല. അങ്ങനെ പ്രതീക്ഷയില്ലാത്ത ഒരു വിഷമം, ആ വിഷമത്തിന് വേണ്ടി അങ്ങേ കാത്തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നത്, ആ വിഷമത്തിനെ തൊട്ട് എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ ഉദ്ദേശ കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരാള് അയാളെന്തായിരിക്കുന്നു കാലിന് വേണ്ടി, ആ കാലിൽ എന്തായിരിക്കുന്നു കാലം പിടികൂടി രോഗം കീടുവാട്ടം. അങ്ങനെ അതേ ചവിട്ടടിക്കാർ വെക്കാൻ കഴിയാത്ത വിഷമാവസ്ഥയിലാണ്. സ്വപ്പിന് പോയി നിൽക്കാൻ പറ്റൂല, യുദ്ധം വേളയിലൊന്നും മുന്നിൽ പോയി നിൽക്കാൻ കഴിയൂല, അങ്ങനത്തെ വിഷമാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, സമമായിട്ട് അദ്ദേഹത്തെ ഒന്ന് മടക്കിക്കൊണ്ടുവരണം. അദ്ദേഹം സമമായിട്ട് നല്ലവർക്ക് ആയിട്ട് മടങ്ങണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലുകളെ ജീവിപ്പിക്കുന്ന അള്ളാന്റെ കുതിരത്ത് കൊണ്ട്, ശുഫാന തോന്നുന്ന ആളുടെ കുതിരത്ത് കൊണ്ട്, അത് നബിയാണ്. അങ്ങ് നബിയെ ജീവിതകാലത്തും മരണസമയത്തും അങ്ങേ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം എവിടേക്കും തിരിയില്ലെങ്കിൽ തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരാളായിക്കൊണ്ട്. അലൈക സലാമുല്ലാഹി ഇദ്ദത ഖൽഖിഹി വമാ യഖ്തദീഹി മിൻ മസീദിൻ വമിൻ ലഫീ. അല്ലാഹുവിന്റെ സലാം അങ്ങേക്കുണ്ടായിരിക്കട്ടെ. ലോകത്തെത്ര സൃഷ്ടിജാലങ്ങളുടെ അത്ര എണ്ണം കണ്ടുകൊണ്ട് കുറവും ദുർബലതയും കൂടുതലും ഒക്കെ ഉണ്ടാകും. കൂടുതൽ ഇരട്ടി, കൂടുതലും അതിന്റെ ഇരട്ടിയും എന്തൊക്കെ തേടുന്നു അത് മുഴുവനും അങ്ങേക്കുണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് കാല. എന്നിട്ട് അദ്ദേഹം പറയാണ് ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ആ വാഹന സംഘം എത്തിയിട്ടില്ല. അപ്പൊ കുറിയഷറൂനാക്ക് അവിടെ വെച്ചിട്ട് ഈ പദ്യം ചൊല്ലിയിട്ടുമില്ല. എന്തായിട്ടല്ലാതെ ബരി അർ റിജുലു, അദ്ദേഹത്തെ അല്ലെങ്കിൽ ബരി അർ റജുലു, ആ കാലെന്തായി സുഖമായി മാറിയിട്ടല്ലാതെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഫലമ്മാ ഖദിമല്ലദി ഇസ്തൗദഅഹു ഇയ്യാഹു വജദഹു കഅന്നഹു ലം യുസ്ബു റുഖത്തു. അങ്ങനെ ഫലമ്മാ ഖദിമല്ലദി ഇസ്തൗദഅഹു ഇയ്യാഹു, അദ്ദേഹം സൂക്ഷിച്ചു വെച്ചതായിരിക്കുന്ന വന്ന് അത് മുന്നിട്ട് വന്നതായ സമയത്ത് അദ്ദേഹത്തെ കണ്ടുനോക്കുമ്പോ എന്താണ്, തീരെ ഒരു വിഷമം അദ്ദേഹത്തിന് എത്താതുപോലെ ഇരിക്കുന്നുണ്ട്. ആ രീതിയിലായി മാറി. വളരെ സുഖമായി കണ്ടു. അവ അത് നബിനോട് ഇടതേടി അത് കിട്ടുകയും ചെയ്തു. ഇനി അടുത്തത് വയറുവേദന. അതിന്റെ പരിഹാരം എന്താ? നബിനോടാ തേടുന്നത്.